മുതലമടയിൽ ആദിവാസി യുവാവിനെ 6 ദിവസത്തോളം അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. പഞ്ചായത്തിലെ 10-ാം വാർഡ് മൂച്ചക്കുണ്ട് ചമ്പക്കുഴിയിൽ കറുപ്പന്റെ മകൻ വെള്ളയനാണ് കൊടും ക്രൂരതയ്ക്ക് ഇരയായത്. മുതലമട പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഊർക്കുളം കാട്ടിന് സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഗേറ്റ് വേ ഫാം സ്റ്റേയിലാണ് സംഭവം. അവിടെ ജോലി ചെയ്യുന്ന തിരുനാവക്കരസ് എന്നയാൾ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിവാസി ദളിത് സംഘടനാ നേതാക്കളായ ശിവരാജൻ, മാരിയപ്പൻ നീലിപ്പാറ, ജനകീയ വികസന മുന്നണി നേതാക്കൾ, 10-ാം വാർഡ് മെമ്പർ കൽപ്പനാദേവി, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ, കാളിയമ്മ, ചിത്ര, ശാന്താമണി എന്നിവരുടെ നേതൃത്വത്തിൽ 100ഓളം നാട്ടുകാർ ചേർന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ഹോം സ്റ്റേയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചിരുന്ന വെള്ളയനെ കണ്ടെത്തി മോചിപ്പിച്ചത്. തുടർന്ന് കൊല്ലങ്കോട് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് നിർദ്ദേശപ്രകാരം വെള്ളയന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പാലക്കാട് ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 6 ദിവസമായി ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് ഹോം സ്റ്റേ അധികൃതർ മർദ്ദിക്കുകയായിരുന്നെന്ന് ആദിവാസി ദളിത് സംഘടനാ നേതാക്കൾ പറഞ്ഞു. വർഷങ്ങളായി അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേ അനാശാസ്യ മദ്യം മയക്കുമരുന്ന് കേന്ദ്രമാണെന്ന് ആദിവാസി നേതാക്കൾ പറയുന്നു. പെൺവാണിഭ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 15 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ള വടക്കേ ഇന്ത്യൻ പെൺകുട്ടികളെ ഇവിടെ പാർപ്പിച്ച് അനാശാസ്യ പ്രവർത്തനം നടത്തിവരികയായിരുന്നു. ഈ പെൺകുട്ടികളെയും സംഘടനാ നേതാക്കൾ മോചിപ്പിച്ചു. ശിവരാജൻ ഗോവിന്ദാപുരം, മാരിയപ്പൻ നീലിപ്പാറ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവി എന്നിവരുടെ നേതൃത്വത്തിൽ ഹോം സ്റ്റേ വളഞ്ഞ ശേഷമാണ് അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയത്. കുത്തരങ്ങായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ടവരൊന്നും ശരിക്കും പണിയെടുക്കുന്നില്ല. വർഷങ്ങളായി ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശക്തമായ നടപടി എടുക്കാത്ത പക്ഷം ജനങ്ങൾ തെരുവിലിറങ്ങി ഇവിടെ വന്ന് കൈകാര്യം ചെയ്യേണ്ട കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവര് ആദിവാസി 5 ദിവസം അടച്ചു വെച്ചിട്ട് ഒരു ചോദിക്കാമെന്ന ഒരു നിസ്സാരവൽക്കരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. വന്നവരെ പോലും വല്ലാതെ അവഹേളിക്കുന്ന തരത്തിൽ. ഹോം സ്റ്റേ നടത്തിപ്പുകാരനായ പ്രഭുവും സംഘവും ഓടി രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.